ആർക്കും ഒരു ചലനവും ഇല്ലല്ലോ. എന്താ സന്തോഷായില്ലെന്നുണ്ടോ? എങ്ങനെ ഇപ്പൊ ഒന്ന് അറിയ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടിക്കുക. ശരി ശരി, മതി. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ഞാൻ അപ്പുറത്തേക്ക് പോവാ. യതീന്ദ്രനും വാ. ഞാൻ എന്തിനു വരണം? വാ യതി. ഇവരുടെ സംസാരത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്? വാ വാടാ. ഓഗസ്റ്റ് 17 വരെയുള്ള അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ അല്ലേ മാഡം? 17. അതെ. ബാക്കിയുള്ളത് ഇപ്പൊ പറയാം. അതിൽ ഞായറാഴ്ച കഴിഞ്ഞ പിന്നൊരു അവധി വരുന്നത് സെപ്റ്റംബർ 2-നാ. അന്ന് പൊതുപണിമുടക്കായിരുന്നല്ലോ. തിരക്ക് കൂട്ടണ്ട സജീവ്. ഇത്രയും കണക്കുകൾ തന്നെ വെരിഫൈ ചെയ്യാൻ സമയമെടുക്കും. എന്തായാലും തുടങ്ങി വെച്ചു. എല്ലാ അക്കൗണ്ട്സും വിശദമായി പരിശോധിക്കണം. ഓരോ ഫയലും തുറക്കുമ്പോ ഭയമാ. ഇത്ര രൂപയുടെ തട്ടിപ്പിന്റെ കഥയാ കാത്തിരിക്കുന്നെന്നുള്ള ഭയം. പുറത്തിറങ്ങിയ മാനക്കേടാ. വെയിൽ തന്നെ വിളവ് തന്നെയല്ലേ. ഉദയൻ സാർ കൂടി നേരത്തെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. യെസ്, കം ഇൻ. അകത്തേക്ക് വന്നോളൂ. അമ്മയായിരുന്നോ? വാ യതി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നമ്മേ. അമ്മ ഇങ്ങോട്ടിരിക്കെ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഇരിക്കേതി, ഇരിക്കടാ. നിങ്ങളും ഇരുന്നോളൂ. അത് സാരമില്ലമ്മ. വീട്ടിലിരുന്നപ്പോ നമ്മുടെ യതീന്ദ്രൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഒന്ന് ഓഫീസ് വരെ പോയിട്ട് വരാമെന്ന്. എന്നാ പിന്നെ ഞാനും വിചാരിച്ചു ആവട്ടെ എന്ന്. അങ്ങനെ ഇറങ്ങിയതാ. നല്ല സമയത്ത് അമ്മ വന്നത്. മേഡം ഇതുവരെയുള്ള അക്കൗണ്ട്സ് ഒക്കെ എന്നെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. ഓ, എന്നിട്ട് ഡീറ്റെയിൽഡ് ആയി നോക്കുന്നതേ ഉള്ളൂ. നോക്കിയെടുത്തോളം പ്രശ്നങ്ങൾ വലുതും കാണുന്നുണ്ടോ? പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇല്ലെങ്കിലും ഉണ്ടെന്നല്ലേ നന്ദനയ്ക്ക് പറയാൻ പറ്റൂ. അതെങ്ങനെയാ യതിയേട്ടാ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? അതിനാണല്ലോ മാനേജറെ കൊണ്ട് കണക്കുകൾ വീണ്ടും പരിശോധനയ്ക്ക് എടുപ്പിച്ചിട്ടുള്ളത്. എല്ലാ കൊല്ലവും കൃത്യമായി ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. 1-ാം തരം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാ ഇവിടത്തെ ഓഡിറ്റേഴ്സ്. അല്ലാതെ പൊട്ടന്മാരല്ല. അവരുടെ കണ്ണിപ്പെടാത്ത എന്തെങ്കിലും കുഴപ്പം നന്ദന കണ്ടുപിടിച്ചെങ്കിൽ അതിലെന്തെങ്കിലും പെശ കൊണ്ടെന്ന് ഞാൻ പറയും. തോക്കി കയറി വെടിവെക്കുന്നത് എന്തിനാ യതി? എല്ലാത്തിനും കണക്കും കാര്യവും ഒക്കെ ഉണ്ടല്ലോ. നമുക്കത് നോക്കാവുന്നതല്ലേ ഉള്ളൂ. നോക്കോ കാണുവോ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ താഴെ പോയി നിൽക്കാം. യതി അവിടെ ഇരിക്കേ. അതെങ്ങനെ ശരിയാവുക?
നിന്റെ മുമ്പിൽ വെച്ച് വേണം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട്. കണക്കല്ലേ, പെശുകൾ സംഭവിക്കാം. അപ്പോ യതിക്കും അത് ചൂണ്ടിക്കാണിക്കാമല്ലോ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ കണക്കുകളൊക്കെ ഒന്ന് കാണാം, ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. സജീവ്, ഇങ്ങടുത്തിരിക്കേതി. നോക്കമ്മേ, ഇതെല്ലാം പർച്ചേസ് ചെയ്ത ബില്ലുകളുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ ഒന്ന് ശരിക്കും നോക്ക്. അമ്മ ഇതോടെ ഒന്ന് പരിശോധിക്കേ. മതി മതി, ബാക്കി പിന്നെ ആവട്ടെ. ഇത്രയും കണ്ടപ്പോ തന്നെ എന്റെ തല പെരുക്കുന്നു. യതീന്ദ്ര, നീ കാർത്തിക ഒന്ന് വിളിക്കേ. കാർത്തിയോട് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറയാൻ. എനിക്കെങ്ങും വയ്യ. ആരാന്ന് വെച്ചാ വിളിക്കേ, പറയോ, എന്താന്ന് വെച്ചാ. കാർത്തികെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് ചിലത് സംസാരിക്കേണ്ടിയും വരും. അതൊഴിവാക്കുന്നതല്ലേ നല്ലത്. ഹലോ, ഒന്ന് ഇപ്പുറത്തോട്ട് വാ. മാനേജിംഗ് പാർട്ട്ണർ മഹദിയുടെ ക്യാബിനിലേക്കൊന്ന് വരാൻ. അല്ല, ഇയാളെന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? പറഞ്ഞിട്ടൂടെ? സജീവ് ഇവിടെ നിന്നോട്ടെ, എന്തെങ്കിലും സംശയം വന്ന് ചോദിക്കണ്ടേ? എന്താ എതിയേട്ടാ? ഞാൻ വിളിച്ചോന്നേ ഉള്ളൂ, കാണേണ്ടത് എനിക്കല്ല. കാർത്തിക വന്നേ, കേറി വാ. ചർച്ചയും മീറ്റിംഗും ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് ഇവിടെ നിൽക്കാൻ സമയമുണ്ടാവോ? കളിയാക്കാനാണോ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കളിയല്ല, കാര്യമാണ്. ഞാനേ ചില കണക്കുകളൊക്കെ കാണുകയായിരുന്നു. യതീന്ദ്രനും കണ്ടു. എന്താ കാർത്തിക ഇത്? അമ്മ കണ്ട കാര്യത്തെപ്പറ്റി എന്നോട് ചോദിച്ചാ എന്താ ഇപ്പൊ പറയാ? പറയണം. കാരണം അതിനുള്ള ബാധ്യത കാർത്തികയ്ക്കുണ്ട്. നീ ഓഫീസിൽ വന്നു തുടങ്ങിയിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ. അതിനുശേഷം കാർത്തിക കൈവച്ച സകല രജിസ്റ്ററുകളിലും തിരിമറിയുണ്ട്. തിരിമറിയോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. കാർത്തിക ആദ്യമായിട്ട് കേൾക്കുക. എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല, കണക്കുണ്ടാക്കിയവരും ഉണ്ടാക്കിച്ചവരും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മളിത് വീട്ടിൽ വെച്ച് സംസാരിച്ച വിഷയമാണ്. സത്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം, അല്ലേ യതീന്ദ്ര? 1 minute.
ഒറ്റ വാക്കി ഞാൻ പറയുന്നു, നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ കുന്നത്തൂർ തറവാട്ടിലെ ഒരു ബിസിനസ്സിലും കള്ളത്തരങ്ങൾ നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സ്വന്തം മുതൽ കൈയിട്ട് വാരുക. ഛേ, പരിചയക്കുറവ് കാരണം അവൾക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റി കാണും. അമ്മ അതിങ്ങനെ ഊതി പെരുപ്പിക്കണ്ട. അങ്ങനെ കയ്യബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട് യതി. ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടത്തിന്റെ കാര്യമാ. എത്ര നിസ്സാരമായിട്ടാ പറയുന്നത് കയ്യബദ്ധം പറ്റിയെന്ന്. അബദ്ധം പറ്റിയത് വേറെ ആർക്കുമല്ല, എനിക്കാ. നേരത്തെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സജീവ് റൂമിലേക്ക് പോയിക്കോളൂ. ശരി മാഡം. മര്യാദയ്ക്ക് ജോലി ചെയ്യാനാണെങ്കിൽ മാത്രം ഇനി ഇങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്ക്. എന്നിട്ടാവാം ബാക്കി. മാനേജരെ പാഠം പഠിപ്പിക്കാനും അയാളെ പിരിച്ചുവിടാനും കണക്കിൽ തിരിമറി കാണിക്കാനും ഇവിടെ ഒരാളിന്റെ ആവശ്യമില്ല. മനസ്സിലായി. അമ്മയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, എന്നിട്ട് നന്ദനെ ഇവിടെ വാഴിക്കണം. അതല്ലേ ഉദ്ദേശം? ആ, അങ്ങനെ തന്നെ അങ്ങ് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് മതി തർക്കുത്തരം പറയുന്നത്. അമ്മ ഈ കാണിക്കുന്നത് പക്ഷാഭേദമാണ്. അതേടാ, ശരിയുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നേ ഉള്ളൂ. അമ്മ ഈ നിൽക്കുന്ന മാനസപുത്രെ തലയിലേറ്റിക്കൊണ്ട് നടന്നു. അതിനുവേണ്ടി എന്നെ ബലിയേടാക്കുന്നത് എന്തിനാ? കണ്ട മാനേജറുടെ അവന്റെ ഇവന്റെയൊക്കെ മുമ്പിൽ വെച്ച് ഒരുമാതിരി കൊച്ചാക്കുന്ന സംസാരം. നിന്റെ പ്രവൃത്തിക്ക് നാവുകൊണ്ടല്ല കൈകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അമ്മേ, പല തവണയായി ഞാനിങ്ങനെ ക്ഷമിക്കുന്നു. എപ്പോഴായി എനിക്ക് നിയന്ത്രണം വിട്ടു പോകുന്നെന്ന് അറിയില്ല. നിനക്ക് അടി തരേണ്ടത്. നിന്റെ ഉദയന്റെ അച്ഛന്റെ വേർപ്പ ഈ കുന്നത്തൂരിലെ സ്ഥാപനങ്ങള്. അതിന് ക്ഷീണം തട്ടുന്ന പ്രവൃത്തികള് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ഞാൻ സഹിക്കില്ല. പുറത്താക്കേണ്ടി വന്ന പുറത്താക്കും, ആരായാലും. ഇതാണ് സാറേ പറഞ്ഞ സ്ഥലം. എന്നാ അകത്തേക്ക് വെച്ച് നിർത്തിക്കോളൂ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ലേറ്റ് ആവോ? ഇല്ല, ഒരു താക്കോല് വാങ്ങിക്കുന്ന താമസമേ ഉള്ളൂ. ആ ശരി.
അത്യാവശ്യമുള്ള കോളാണെ എടുത്തോളൂ സജീവ്. സാരല്ല മാഡം. മാനേജർ മിസ്റ്റർ സജീവിനെ ഒന്ന് കാണാനാണ്. ഇരിക്കൂ, ഒരു 5 മിനിറ്റ്. ഒരല്പം തിരക്കുണ്ട്. ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ. സജീവ് സാർ മാഡത്തിന്റെ ഓഫീസിലാണ്. ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് കാണേണ്ട ആവശ്യമുള്ളൂ. നോക്കട്ടെ. യെസ്. സോറി മാഡം, സജീവ് സാറിനൊരു വിസിറ്റർ ഉണ്ട്. ആ വന്നോട്ടെ, ഇങ്ങോട്ട് പോരാൻ പറയൂ. ശരി മാഡം. 2nd ഫ്ലോറിൽ 3ാമത്തെ റൂമിലേക്ക് ചെന്നാൽ മതി. താങ്ക് യു. ഇതൊന്ന് സൈൻ ചെയ്യണം മാഡം. യെസ്. മിസ്റ്റർ സജീവ്. അതെ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഒരു വാടക വീടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെനിക്ക് വേണ്ടിയാ. പേര്? ഹരിപ്രസാദ്. ഓ, വരൂ. Yeah.